ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാമഭദ്രൻ മരിച്ചു. പൊട്ടിക്കരയുകയാണ് സാവിത്രി. എല്ലാവരും സാവിത്രിയുടെ അരികിലുണ്ട്. എല്ലാവരും വളരെ വിഷമത്തോടെയാണ് നിൽക്കുന്നത്. സാവിത്രിയെ സമാധാനിപ്പിക്കുകയാണ് നന്ദിനി. എല്ലാവരും രാമഭദ്രനെ കുറിച്ച് ഓർത്തിരിക്കുന്നു. ഈ സമയം നന്ദിനി ജയറാമിനെ കുറിച്ച് ഓർക്കുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ശേഷം കാണിക്കുന്നത് അവിടേക്കൊരു തിരുമേനി വന്നു. അദ്ദേഹം ഇപ്പോൾ സിദ്ധനെ കാണാൻ പോയ കാര്യം രാജലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, ഞാനും മാലതിയും കൂടിയാണ് പോയി കണ്ടത്. എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു, അതാണ് എനിക്കറിയേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യയുടെ ദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ മൈഥിലിയെക്കുറിച്ചാണ് ഇദ്ദേഹം മനസ്സിൽ കാണുന്നത്. ആ കാര്യം ഞാനും നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ മാലതി പറയുന്നു, അവളെക്കുറിച്ച് സിദ്ധൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് തിരുമേനിക്ക് അറിയാമോ? പറയാതെ ഞാനെങ്ങനെയാണ് അറിയുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ് മാലതി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ മൈഥിലിയാണ്. മീനാക്ഷി എന്ന രൂപം പോലും വരുന്നില്ല. ആ കുട്ടിയെ ആദ്യമായി കണ്ടപ്പോഴേ ഈ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ ദുർനിമിത്തങ്ങളും എൻ്റെ മനസ്സിൽ കണ്ടതാണ്. ഞാൻ അപ്പോഴേ അത് മനസ്സിൽ ചിന്തിച്ചതാണ്. ഒരു പെൺകുട്ടി കാരണം ഈ വീട്ടിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു. തറവാടിന്റെ ഐശ്വര്യമായ ആ വാള് പോയതോടെ ചെമ്പകമംഗലത്തെ മൂത്ത സന്തതി പോയി, ജയരാമൻ. രാജലക്ഷ്മിയുടെ മനസ്സിൽ മീനാക്ഷിയാണ്. പിന്നെ എല്ലാം പോയി. പിന്നെ എന്തെല്ലാം പോയി? ഇതേ മരുമകനും ഇപ്പോൾ ഒരു മരണം. അന്ന് ആ സിദ്ധൻ ഇതുപോലെ പറഞ്ഞതായിരുന്നു, ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന്. അതും അതുപോലെ സംഭവിച്ചു. ഇനി ചെമ്പകമംഗലത്തിന്റെ അടിവേര് കണ്ടേ അവൾ അടങ്ങൂ എന്ന് രാജലക്ഷ്മി. അതിനിടം കൊടുക്കാതെ കാർത്തികും ആ പെണ്ണും തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടുത്താൻ നോക്ക്. അതിന് ഇനി ഒട്ടും വൈകരുത് എന്ന് അദ്ദേഹം. എൻ്റെ തറവാടിനെ എനിക്ക് സംരക്ഷിക്കണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് രാജലക്ഷ്മി പറഞ്ഞു. സിദ്ധൻ പറഞ്ഞ കാര്യവും രാജലക്ഷ്മി വിചാരിക്കുന്നു. സാവിത്രിയുടെ മുന്നിലേക്ക് അയാൾ വന്നിരിക്കുന്നു. വാള് കൈമാറിയ അയാൾ ഷൺമുഖൻ. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു, അതാണ് എനിക്ക് പറ്റിയ തെറ്റെന്ന് സാവിത്രി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചങ്കിന് തറയ്ക്കുന്ന വർത്തമാനമൊന്നും പറയല്ലേ. ഞാൻ എന്ത് വിശ്വാസവഞ്ചന കാണിച്ചെന്ന സാവിത്രി പറയുന്നത് എന്നയാൾ പറയുമ്പോൾ സാവിത്രി പറയുന്നു, ഞാൻ ആ വാള് വിൽക്കാൻ തയ്യാറായത് തന്നെ എൻ്റെ രാമേട്ടനെ കരുതിയാണ്. നിങ്ങൾ എൻ്റെ രാമേട്ടനെ തിരികെ കൊണ്ടുവരും എന്നല്ലേ എന്നോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അവർക്ക് പണവും നൽകിയിരുന്നു. പക്ഷേ പണം അവർക്ക് തൊട്ട് മുന്നിൽ എത്തുന്നതിന് തൊട്ട് മുമ്പേ തന്നെ കാര്യം നടപ്പിലാക്കി. അവർ ശിക്ഷ നടപ്പിലാക്കി. കരയാതെ സാവിത്രി, ദുഃഖം എനിക്കുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? ജീവിതമാണിത്, പലതും സഹിച്ചേ പറ്റൂ. പണം കൊടുക്കുകയും ചെയ്തു. ആളെ ജീവനോടെ കിട്ടിയതുമില്ല. കഷ്ടകാലം എന്നല്ല എന്ത് പറയാന്. ഈ പണം ഇനി തിരികെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് നമ്മുടെ രാജ്യം പോലെ അല്ലല്ലോ, UAE അല്ലേ. കാശ് തിരികെ കിട്ടണമെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അല്ല, കൊടുത്ത പണം എന്തായാലും കിട്ടും, കിട്ടാതിരിക്കത്തില്ല. ഞാൻ പണം കൊടുക്കുന്നതിന് ഒരു ദിവസം മുന്നേ അവർ രാമഭദ്രന്റെ വധശിക്ഷ നടപ്പിലാക്കി. അതായത് കഴിഞ്ഞ 10-ാം തീയതി രാത്രി 8:30 മുന്നേ വധശിക്ഷ നടപ്പിലാക്കിയ കൃത്യസമയമാണ് ഞാൻ പറഞ്ഞതെന്ന് സാവിത്രി. വാള് കൈമാറിയതും അതേ ഡേറ്റിലായിരുന്നു. എൻ്റെ രാമേട്ടന്റെ ജീവൻ എടുത്തത് ദുബായ് പോലീസൊന്നുമല്ല, ഈ ചെമ്പകമംഗലത്തുള്ളവരാണ്. അവരോടാരോടും ഞാൻ ക്ഷമിക്കില്ല, ഞാൻ തകർക്കും. എന്നെ കരയിപ്പിച്ചവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് സാവിത്രി. ഈ തറവാട് തകർക്കാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ എന്നെ സഹായിക്കില്ലേ എന്ന് സാവിത്രി പറയുമ്പോൾ അയാൾ പറയുന്നു, പിന്നെന്താ, എൻ്റെ സഹായം ഉണ്ടാകും, പ്രോമിസ്. വളരെ ദേഷ്യത്തോടെയാണ് സാവിത്രി ഇപ്പോഴും നിൽക്കുന്നത്. എല്ലാവരും പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ആൾക്കാരെല്ലാം അവിടെ തന്നെയുണ്ട്. ജഗദീഷ് കാറിൽ നിന്നും ഇറങ്ങി, കൂടെ കാർത്തിയും. സാവിത്രി ഓടിപ്പോയിട്ട് കാർത്തിയോട് ചോദിക്കുന്നു, നിന്റെ അച്ഛൻ എവിടെ, എൻ്റെ രാമേട്ടൻ എവിടെയെന്ന്. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. പിന്നെയും സാവിത്രി ആവർത്തിച്ച് ചോദിക്കുന്നു, അച്ഛൻ എവിടെയെന്ന്. രണ്ടുപേരും ഒന്നും മിണ്ടാതെ അകത്തേക്ക് വരികയാണ്. എന്ത് പറ്റി മോനെ, ബോഡി ഇതുവരെ എയർപോർട്ടിൽ എത്തിയില്ലേ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട്. നേരത്തെ ഒരു തെറ്റ് പറ്റിയിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചു, പക്ഷേ ബോഡി ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. എല്ലാവരും ആവർത്തിച്ച് ചോദിച്ചിട്ടും ജഗദീഷും കാർത്തിയും ഒന്നും തന്നെ മിണ്ടുന്നില്ല. ബോഡി വന്നില്ലേ എന്ന് നന്ദിനിയും ചോദിക്കുന്നു. പറ, എൻ്റെ രാമേട്ടൻ എവിടെയെന്ന് സാവിത്രി. അച്ഛൻ്റെ ബോഡി ഞങ്ങൾക്ക് മുന്നേ വേറെ ആരോ കൊണ്ടുപോയെന്ന് കാർത്തി. ഇന്ദിരജ എന്ന് ജഗദീഷ്. എല്ലാവരും ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്നു. വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സാവിത്രി. ജഗദീഷ് ഏട്ടൻ, ഇതിന് എന്തിൻ്റെ കേടാ? ഡെഡ് ബോഡി അവർ കൊണ്ടുപോയെങ്കിൽ എന്താ, അവരുടെ ഏട്ടൻ്റെ ഡെഡ് ബോഡിയല്ലേ എന്ന് മാലതി ജഗദീഷിനോട് പറയുമ്പോൾ, ഏട്ടനോ? രാമേട്ടൻ മീശ മുളയ്ക്കാത്ത ഒരു പയ്യനല്ല. രാമേട്ടൻ്റെ ബോഡി അവർ കൊണ്ടുപോകാൻ രാമേട്ടൻ്റെ ഒരു കുടുംബമുണ്ട്. അയാളുടെ ഭാര്യ, എൻ്റെ ചേച്ചി, എൻ്റെ സ്വന്തം ചോര എന്നൊക്കെ പറയുമ്പോൾ ഇന്ദിരജ കൊണ്ടുപോയതും സ്വന്തം ചോരയാണെന്ന് മാലതി. അടിക്കാൻ തുടങ്ങുകയാണ് ജഗദീഷും മാലതിയെ. എന്നാൽ ഇവിടെ ഇതൊരു കണ്ണുനീര് വീടുണ്ട, ഇതൊരു മരണം നടന്ന വീടാണ് എന്നൊക്കെ കൈമൾ പറയുന്നു. മാലതി പറഞ്ഞതിൽ എന്താ തെറ്റ്? ചില യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നമ്മൾ കണ്ണടയ്ക്കരുത്. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിൻ്റെയും അന്ത്യം.
അതിനിപ്പുറം മടങ്ങി വന്നവരുമില്ല. സ്നേഹിച്ച കൈകളെയോ ഒന്നും ഓർമ്മയില്ല. മരിച്ചയാൾ പിന്നെ ഒന്നും അറിയുന്നില്ല. 1000 പേര് കരയാനുള്ള രാജാവിനും ആരും കരയാനില്ലാത്ത യാചകനും ഒരേ വിധി തന്നെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും മരിച്ചയാൾ വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ കരയുന്നത് എന്തിനാ? അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണോ? അല്ല. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പശ്ചാത്താപമാണ് കണ്ണുനീരായി പുറത്തു വരുന്നത്. ഒന്നും മരിച്ചു പോയവർ അറിയുന്നില്ല. ഇത് കേട്ട് രാമേട്ടൻ്റെ മൃതദേഹം കണ്ണിൽ കണ്ടവർ കൊണ്ടുപോകട്ടെ എന്നാണോ അച്ഛൻ പറയുന്നത് എന്ന് ജഗദീഷ് ചോദിച്ചു. പുത്രസ്ഥാനത്തുള്ള 2 പേരുടെ മരണം അടുത്തടുത്ത് കണ്ടവരാണ് ഞാൻ. ഒരു തുള്ളി വെള്ളം അവർക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അവരുടെ മരണസമയം എങ്ങനെയാണ് എന്താണ് എന്ന് പോലും അതിനേക്കാൾ വലിയ മഹത്വമല്ല. തറവാടിൻ്റെ പാരമ്പര്യം. തോറ്റവരാണ്, തോറ്റുപോയവരാണ്. ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമളും രാജലക്ഷ്മി അമ്മയും. അങ്ങനെ വിഷമത്തോടെ ഇരുന്ന് കരയുകയാണ് കൈമൾ. സാവിത്രി ദേഷ്യത്തോടെ അവരെ 2 പേരെയും നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.